चलते चलते राहों में कभी എടാ അത് മനസ്സിലായി. പക്ഷെ അവളെൻ്റെ അടുത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചോദിച്ചത്. എടാ നീ പറയുന്നത് മനസ്സിലാക്ക്. അത് എടാ അവള് വന്ന് അവിചാരിതമായിട്ട് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയി. ഇതിപ്പോ എത്ര നാളായി, നമ്മളിത് വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ. എടാ എനിക്കറിയില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് അവളെ ഒന്ന് സെറ്റാക്ക്. എടാ ഞാൻ പിന്നെ വിളിക്കാം, മനസ്സിലായി? പിന്നെ വിളിക്കാം. ഹലോ. ഓ ഒന്നും പറയണ്ട, ഒരു കുടുംബം കലക്കിയിട്ടുള്ള വാരവാ. അതെ, എന്തു പറ്റി? ഇപ്പോൾ വിളിച്ചത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. സംഭവം വേറൊന്നുമല്ല, അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ അവൻ പറഞ്ഞിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം ആ ഗിഫ്റ്റിൻ്റെയും വാങ്ങി കൊടുക്കലിൻ്റെയൊക്കെ കാര്യം മറന്നുപോയി. സ്വാഭാവികം. പ്രശ്നം അതല്ല, അവൻ അന്നേരം തടി തപ്പാൻ പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ എൻ്റെ പേരാ പറഞ്ഞിരുന്നത്, എൻ്റെ വീട്ടിലാണ് ഈ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവൻ മേടിച്ചു, പക്ഷെ നിന്റെ വീട്ടിൽ വെച്ച് മറന്നു അല്ലേ? അതെ, പക്ഷെ അവന് എന്നോട് വിളിച്ച് പറഞ്ഞില്ല. ടെഡി ബിയറിന്റെ കാര്യം നിന്റെ പെരടിക്കിട്ട കേസ് അവൻ നിന്നെ വിളിച്ചു പറയാൻ മറന്നുണ്ടാവും. കഷ്ടകാലത്ത് നീ അവൾ മുമ്പിൽ പോയിട്ട് വിട്ടിട്ടുണ്ടാവും. അവൾ ചോദിക്കും, സ്വാഭാവികമായിട്ട് നീ ഇല്ല തന്നെ പറയും. ഇത്രയല്ലേ ഉണ്ടായുള്ളൂ? അതെ, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റൂ. വെരി ഗുഡ്, അങ്ങനെ കാണാം. ഈ ടെഡി ബെയറിനും ഗിഫ്റ്റുകൾക്കും ഒക്കെ പ്രണയബന്ധത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടല്ലേ ബ്രോ? ടെഡി ബിയർ എന്നല്ല ഹരി, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉപഹാരങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആണ് പെണ്ണിന് കൊടുക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ഏൻഷ്യൻ്റ് ഇന്ത്യൻ ടെക്സ്റ്റിൽ ഇന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഇന്ന ഗിഫ്റ്റുകളാണ് കൊടുക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടല്ലേ? ഉവ്, അത് ഏതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ഉവ്, തരുണി, ബാല, അങ്ങനെ എന്തൊക്കെ ഗണങ്ങളായിരുന്നില്ലേ? അതെ, 4 വിഭാഗമായിട്ടാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ബാല, തരുണി, പ്രൗഢ, വൃദ്ധ. 16 വയസ്സ് വരെയുള്ള പെൺപിള്ളേരെയാണ് ബാല എന്ന് പറഞ്ഞ ഗണത്തിൽ പെടുത്തുക. അവർക്ക് കൊടുക്കേണ്ട പ്രസൻറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളും മധുരപലഹാരങ്ങളും ആയിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. 16 മുതൽ 30 വരെയുള്ളവർ തരുണീ ഗണം അല്ലേ? അതെ, തരുണീ ഗണം. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രണയങ്ങളും മുട്ടിടുകയും പൂക്കുകയും തളിർക്കുകയും കൊഴിയൊക്കെ ചെയ്യുന്ന സമയം. വസ്ത്രങ്ങളും ആഭരണങ്ങളും വേണം ഇവർക്ക് സമ്മാനമായിട്ട് നൽകാനെന്ന് ആചാര്യന്മാർ പറയുന്നു. 30 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളെ പ്രൗഢ എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഇവർ പെടുത്തിയിരിക്കുന്നത്. ഈ കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ഉപഹാരങ്ങൾ, അതായത് സമ്മാനങ്ങൾ എന്താണെന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട്. അതുമാത്രം മതി അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ റേഞ്ച് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ. എന്തായിരുന്നു അത്? ഞാൻ മറന്നുപോയി. കോംപ്ലിമെൻറ്റ്സ്, പ്രശംസകൾ. ഏതൊരു സ്ത്രീയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും ഈ 30കൾ എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ മധുവിധുവിൻ്റെ സന്തോഷം ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഭാര്യ എത്ര സുന്ദരിയായാലും ശരി, അവളുടെ സൗന്ദര്യത്തിലുള്ള ഭർത്താവിൻ്റെ താല്പര്യം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. എത്ര നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയാലും ശരി, നന്നായിരിക്കുന്നു എന്നൊരു വാക്ക് പുള്ളിയുടെ വായന്ന് വീഴാണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അവരുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കോംപ്ലിമെൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു പെണ്ണിന് നന്നായിരിക്കുന്നു എന്നൊരു വാക്ക് ഭർത്താവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് അതുപോലെ ബൂസ്റ്റ് ചെയ്യും. അവരിൽ നിന്ന് അത് കിട്ടാണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഔട്ട്സൈഡറാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ വാക്കിന് നല്ല മൈലേജ് ഉണ്ടാവും. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡറിനെയും റിലേഷൻഷിപ്പുകളെയും കുറിച്ചുള്ള പഴയ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയുകയില്ല. എന്നാൽ ഇപ്പോഴത്തെ ആളുകൾക്കാണെങ്കിൽ പഴയ എഴുത്തുകാരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല. കണ്ടംപററി റൈറ്റേഴ്സിനെ കുറിച്ചാണ് നീ പറയുന്നതെന്നുണ്ടെങ്കിൽ, അത് ലൈംഗിക സാഹിത്യമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 100% കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത്. പിന്നെ ചില കാര്യങ്ങൾ അത് ചിലരുടെയിൽ മാത്രം ഇരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. എന്നാൽ മാത്രമല്ല ഹരി അതിന് അമൂല്യം എന്ന് പറയാൻ പറ്റൂ.
ബൈ ദ വേ, ഈ ടെഡ്ഡി ബെയർ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടായെന്നറിയോ? ഇല്ല, എന്തേ അതിൻ്റെ ബാക്കിലും വല്ല സ്റ്റോറി ഉണ്ടോ? ഉണ്ടല്ലോ. പണ്ട് തിയഡോർ റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലം, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1902 ആശാൻ ഹണ്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം വേട്ടയ്ക്ക് പോയപ്പോൾ അന്ന് പ്രത്യേകിച്ചൊന്നും വേട്ടയാടി കിട്ടിയില്ല. പക്ഷേ ഇയാളുടെ ദയനീയാവസ്ഥ കണ്ട അയാളുടെ പട്ടാളക്കാരുണ്ട് കൂടുള്ള, അവർ ചെറിയ കരടിക്കുട്ടിയെ പിടിച്ചിട്ട് ഒരു വില്ലോ മരത്തിൽ കെട്ടിയിട്ട് കൊടുത്തു. പക്ഷെ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ട് അയാൾക്ക് കൊല്ലാൻ തോന്നിയില്ല. അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടു. ഈ സംഭവം പപ്രാസികൾ നാട് മൊട്ട് കടിച്ച് പരത്തിക്കളഞ്ഞു. ഈ കഥയെ ആസ്പദമാക്കിയിട്ട് ക്ലിഫോർഡ് ബെറിമാൻ എന്ന് പറഞ്ഞൊരാൾ ഒരു കാർട്ടൂൺ വരച്ചു ഈ കരടിയുടെ. അതുമാത്രമല്ല, ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു മോറിസ് മിക്ടം. അയാൾ ഇതിൻ്റെ ഒരു പാവ, ഇതിനെ ആസ്പദമാക്കിയിട്ടൊരു പാവ ഉണ്ടാക്കി. അത് രാജ്യമൊട്ടാകെ ഭയങ്കരമായിട്ട് പ്രശസ്തി നേടി, ഒരുപാട് വിറ്റഴിഞ്ഞു. അതാണ് ഇന്നത്തെ ടെഡി ബെയർ. തിയഡോർ റൂസ്വെൽറ്റിന്റെ ചെല്ലപ്പേരെന്താണെന്നറിയോ? ടെഡി. ഓക്കെ. അതുകൊണ്ടാണ് ഈ പേര് കിട്ടിയല്ലേ. പെൺപിള്ളേരുടെ വീക്ക്നെസ് ആയിട്ടുള്ള ടെഡി ബിയർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ട് അല്ലേ. കൊള്ളാം. ഇതെന്താ ഉണ്ടാക്കുന്നത്? ലസ്സി വല്ലതാണോ അതോ ഐസ്ക്രീമോ? ശ്രീകണ്ഠ്. ഏത് നാട്ടിലേത്? ജയ് ജയ ഗർവി ഗുജറാത്ത്. മേരെ പ്യാരെ ദേശവാസിയോ. അങ്ങനെയും പറയാം. ഇതിന്റെ പ്രിപ്പറേഷൻ നല്ല രസമാണ്. നമ്മുടെ തൈര് ഒരു 2 പാക്കറ്റ് എടുക്കുക, എന്നിട്ട് അതൊരു ഓവർനൈറ്റ് ഊറാൻ വെക്കുക. അപ്പം അത് വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് കൂടും, നല്ല തിക്കാവും, പകുതിയായിട്ട് കുറയും അത്. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് അതെടുത്ത് അതിൽ പഞ്ചസാര പൊടി ചേർക്കുക, പിന്നെ ഏലക്കായ ഒരു 4 നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ തരികൾ അത് പൊടിച്ച് ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. പറഞ്ഞപ്പോഴാണ് ഈ വെറുതിരിക്കല്ലേ, തൽക്കാലം ഒന്നടിച്ചേ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരി, അല്ല ബ്രോ, മുമ്പ് നമ്മൾ സംസാരിച്ചൊരു കാര്യം ഇവരെ പൂർത്തിയാക്കിയില്ലല്ലോ. ആ സ്ത്രീകളുടെയും പുരുഷൻ്റെയും ജനിതക ഓർമ്മകൾ. എന്താ നിനക്കതിൽ സംശയം? ഈ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും ഈ ജനിതക ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാവരിലും അതുണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം ഉണ്ടാവും? അറിഞ്ഞോ അറിയാതെയോ ആയാലും ബഹുഭൂരിപക്ഷം പേരും ഇത്തരം ജനറ്റിക് വയറിങ്ങിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ചിലരത് തിരിച്ചറിയും. മിക്കവാറും ആൾക്കാർ യാന്ത്രികമായിട്ടുള്ളൊരു പ്രേരണയുടെ ഫലമായിട്ട് സ്വയം അറിയാണ്ട് അത്തരം ആക്ഷനുകൾ കൈക്കൊള്ളും. അവർക്കത് മനസ്സിലാണ്ടാവില്ല എന്ത് പ്രേരണയുടെ പുറത്താണ് അവരെ ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അത് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഈ കട്ടിലില്ലേ, മിക്ക ബെഡ്റൂമിലും കട്ടിലുകൾ ഇട്ടിട്ടുള്ള നീ ശ്രദ്ധിച്ചറിയാം. അതായത് ചുമരിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിനോടായിരിക്കും കട്ടിൽ ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചുമരിനോട് ചേർന്നിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലായിരിക്കും ഭാര്യ അല്ലെങ്കിൽ കാമുകിയാണെങ്കിൽ അവർ കിടക്കുക. അതായത് ഡോറിനെ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗത്ത്, ഡോറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നമ്മൾ ബെഡ്റൂമിലേക്ക് ആദ്യം കയറുമ്പോൾ ആ ഒരു സൈഡിൽ ഭർത്താവ് കിടക്കും. ചുമരോട് ചേർന്ന് കുറച്ചുകൂടി സേഫായിട്ട് വൈഫ് കിടക്കും. ഇപ്പോൾ ഭാര്യയ്ക്ക് എണീറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് എണീറ്റ് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിനെ മുകളിൽ കൂടെ കവച്ച് വെച്ചിട്ട് പോകണം. ഇത് 95% ഒരു നമ്പർ പറയുന്നതിൽ അടിച്ചു തൂങ്ങണ്ട, ബട്ട് മഹാഭൂരിപക്ഷം കേസുകളിലും എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ കിടക്കുക. ചില വീടുകളിൽ ബെഡ് ഇതുമായി റൂമിൻ്റെ സെൻറ്റർ ആയിരിക്കും. അത് എക്സെപ്ഷണൽ കേസുകളാണ്. മെജോറിറ്റിയുടെ ലാംഗ്വേജ് ആണല്ലോ ലോകം സംസാരിക്കുക. സോ അങ്ങനത്തെ കേസുകളിൽ നോക്കിയാൽ എല്ലാവരും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗുഹകളിൽ താമസിക്കുമ്പോൾ നൈറ്റിലായാലും ഡേ ആയാലും ഒരുപാട് അപകടങ്ങൾ വരും. എന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾ, കുഞ്ഞിന് അതുമാതിരി ഗുഹയിലേക്കൊക്കെ ഇഴഞ്ഞു വരുന്ന അപകടം ഉണ്ടാക്കാൻ വരുന്ന മൃഗങ്ങൾ, ശത്രുക്കൾ. സോ ഇതിന്നൊക്കെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേവ്മാൻ, അതായത് നമ്മുടെ തന്നെ പഴയ മനുഷ്യർ, ഗുഹാമനുഷ്യർ എന്ന കാലഘട്ടത്തിൽ നമ്മൾ തന്നെ ഈ ഗുഹയ്ക്ക് നമ്മൾ കാവൽ കിടക്കും. മോട്ടീവ് സിമ്പിളാണ്. ഒരു അപകടം വരുന്നുണ്ടെങ്കിൽ ആണായിട്ടുള്ള നമ്മളെ, അതായത് ആണായിട്ടുള്ള എന്നെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരു അപകടം എൻ്റെ ഫാമിലിനെ തൊടാൻ പാടും. സോ ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്യും. അതുകൊണ്ട് എൻട്രൻസുകൾ ഗാർഡ് ചെയ്യാൻ വല്ലാത്തൊരു ടെൻഡൻസി പുരുഷൻ്റെ ഉള്ളിലുണ്ട്. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഓട്ടോയിൽ ഇപ്പോൾ നീ അമ്മയുടെ കൂടെയോ, നിനക്ക് അനിയത്തി ഉണ്ടല്ലോ, അനിയത്തിയുടെ കൂടെ നീ ഓട്ടോയിൽ കയറാറില്ലേ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷനിങ്? ആദ്യം അനിയത്തെ കയറ്റും, പിന്നീട് അവസാനം ഞാൻ കയറിയിരിക്കും. അമ്മയാണെങ്കിൽ ആദ്യം അമ്മയെ കയറ്റും, പിന്നീട് ഞാൻ കയറിയിരിക്കും. അതെ, ഈ മീറ്ററുള്ള ഭാഗത്ത് നമ്മൾ കയറിയിരിക്കും. അതെ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഈ സെയിം, അതായത് ഒരു എൻട്രൻസ് വരുന്ന സമയത്ത് അത് നമ്മൾ ഗാർഡ് ചെയ്യണം. നമ്മളുടെ കയ്യിൽ ആ സാധനം ഇരുന്നാൽ മാത്രമാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ഒരു വിൽ പവർ, ഒരു സേഫ്റ്റി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. അതെ, കറക്റ്റാണ്. ഈ ഓട്ടോറിക്ഷയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ കേരള ആണെങ്കിലും ICSE ആണെങ്കിലും CBSE ആണെങ്കിലും ബാക്ക് ബെഞ്ചിന് വേണ്ടിയിട്ട് ആമ്പിള്ളേരുടെ ഇടയിൽ നല്ല ഇടി നടക്കും. അതും മുറ്റു പിള്ളേരായിരിക്കും. അപ്പോൾ ഇതും അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്ലാസ്സിലെ കുട്ടി ആൽഫ മെയിൽസ് അല്ലേ,
ആ, കൊളോക്കിയലി പറഞ്ഞാൽ കലിപ്പന്മാർ. സംഭവം സിമ്പിളാണ്. ഒറ്റനോട്ടത്തിൽ ബാക്ക് ബെഞ്ചിൽ ഇതുപോലെ ചാരിയിരിക്കുക എന്നുള്ളൊരു സുഖത്തിനപ്പുറം നമ്മുടെ 360 ഡിഗ്രി വരുന്ന നമ്മുടെ ചുറ്റളവിൽ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്താൽ മതി. പിറകിൽ നിന്നുള്ള ഈ 180 ഡിഗ്രി അതിൽ നിന്ന് യാതൊരു ത്രെട്ടും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഗുഹാമനുഷ്യൻ്റെ, അതായത് പ്രിമിറ്റീവ് മെന്നിൻ്റെ ഈ സുരക്ഷിതത്വ ബോധം തന്നെയാണ് ചുമരുകളോട് അതുമാതിരി ബാക്ക് ബെഞ്ചിനോടൊക്കെ ചാരിയിരിക്കാൻ ആൺകുട്ടികളിൽ വല്ലാത്തൊരു ക്രേസ് വളർത്തുന്നത്. ശരിക്കും നമ്മളറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് എത്രായിരം വർഷത്തെ ജനറ്റിക് മെമ്മറി ഉണ്ടാവില്ലേ? തീർച്ചയായും. ശ്രീകണ്ഠ് റെഡ്ഡി അടച്ചിട്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഒരു പുരുഷൻ കയറിയ, അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആവട്ടെ, സിനിമാ തിയേറ്റർ ആവട്ടെ, ഈവൻ ഒരു വിമാനത്തിൻ്റെ ഉള്ളിലായിക്കോട്ടെ, ഒരു പുരുഷനാണ് അകത്തുനിന്നുണ്ടെങ്കിൽ അവൻ എക്സിറ്റ് പോയിന്റ്സ് ശ്രദ്ധിക്കും. 10,000 വർഷം കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് ഗുഹയുടെ വാതിൽക്കൽ കാവൽ കിടന്ന ഒരു മനുഷ്യൻ്റെ, ഗുഹാമനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സെക്യൂരിറ്റി കോൺഷ്യസ്നെസ് ആണത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുടാ, നീ നേരത്തെ പറഞ്ഞ പുള്ളിയില്ലേ, മേരെ പ്യാരെ ദേശവാസിയോ, പുള്ളിയുടെ ഏറ്റവും ഫേവററ്റ് പലഹാരമാണിത്, ശ്രീകണ്ഠ്. അത് ശരി. चलते चलते राहों में कभी खोया कभी पाया, कुछ सपने हैं बिखरे, कुछ अपने साए, हर कदम एक कहानी दिल में जो थमी है रानी, मंजिल भी है कि सफर के सिवा, हर पल ये कहता मुश्किल नहीं, कुछ भी यहाँ हवाओं से कह दो, मेरा आशियाना है यही दिल का, कहता मुश्किल नहीं, कुछ भी यहाँ हवाओं से कह दो, बादल से कह दो, मेरा आशियाना है यही दिल का रुकते कदम जब थके से लगते, यादों के दिए राहों में जागते, आँखों में उलझे सपनों के तारे, दिल का मुसाफिर मंजिल को ताके, मंजिल भी है क्या एक सफर के सिवा, हर पल ये कहता मुश्किल